ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോർജ് നിരേപ്പറമ്പിൽ CMI അച്ഛൻ. മെയ് മാസത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും പരിപാലനയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്ക മാസമാണ്. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് വണക്കം, ആദരവ്, ഭക്തി പുലർത്തുന്ന മാസമാണ് മെയ് മാസം. അതുകൊണ്ടാണ് മെയ് മാസത്തെ പരിശുദ്ധ അമ്മയുടെ വണക്കമാസം എന്ന് നമ്മൾ പറയുന്നത്. വണക്കമാസം എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വണക്കമാസവുമായി ബന്ധപ്പെട്ട നമ്മിൽ വലിയ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഗാനമുണ്ട്. നമുക്കൊന്ന് ഒരുമിച്ച് പാടാം. നല്ല മാതാവേ മാരിയേ, നിർമ്മല മറിയൗസേ പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വെച്ചിതാ കുമ്പിടുന്നേ. വണക്കമാസം വീടുകളിൽ ധ്യാനമായിട്ട് നാം ആദ്യത്തെ ഭാഗം ജപിക്കുന്നു, ചൊല്ലുന്നു, നാം ശ്രവിക്കുന്നു. പിന്നീട് വണക്കമാസത്തിൽ ഒരു പുതുമ സംഭവം, പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ പ്രത്യക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട ഈ ഘടകത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു, കേൾക്കുന്നു. പിന്നെ കുടുംബത്തിലെ കാരണവരാണ് സാധാരണയായിട്ട് ജപം ചൊല്ലുക. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതാണ് ജപം. പിന്നെ പരിശുദ്ധ അമ്മയിൽ ഉത്തിനിയ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. പിന്നെ വേറെയും ചില പ്രാർത്ഥനകളുണ്ട്. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചേർത്ത് കൊരുത്ത് ഉണ്ടാക്കിയ വളരെ നമ്മിൽ ഭക്തി ആഴത്തിൽ പരിശുദ്ധ അമ്മയോട് പതിപ്പിക്കുന്ന വണക്കമാസം. അവസാനം സൽക്രിയ ഉണ്ട്, അതിനു മുമ്പ് സുഹൃത ജപമുണ്ട്. അപ്പൊ ഈ വണക്കമാസം കേരളത്തിൽ ആദ്യമായിട്ട് പ്രചാരത്തിലാക്കിയത് വിശുദ്ധ ചാവറയച്ചനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഇറ്റാലിയൻ മിഷണറിമാരിൽ നിന്ന് മാതാവിന്റെ വണക്കമാസത്തെക്കുറിച്ച് അറിയുകയും അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് കേരള ഭാഷയോടും കേരളത്തിലെ ക്രിസ്തീയ ജീവിതത്തോടും താതാത്മ്യം പുലർത്തുന്ന, ചേർന്നിരിക്കുന്ന പ്രാർത്ഥനകൾ എഴുതിയുണ്ടാക്കി മലയാളത്തിൽ. അത് ആദ്യമായിട്ട് ചൊല്ലിയതും ജപിച്ചതും ചാവറയച്ചൻ ജീവിച്ചിരുന്ന മാന്നാനം കോയന്തയിലാണ്. അദ്ദേഹം നിഷ്കർഷിച്ചു, സ്നേഹത്തോടുകൂടെ കേരളത്തിലെ കത്തോലിക്കരെ ഉപദേശിച്ചു, എല്ലാ ദിവസവും വണക്കമാസം മെയ് മാസത്തിൽ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്ന്. ചാവറയച്ചന്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഉപദേശ ശകലമാണ്. ഒരു കുടുംബത്തിന്റെ പ്രധാന സമ്പത്ത് ദൈവഭയവും ഭക്തിയുമാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ആത്മീയ പുസ്തകങ്ങളുടെ ധ്യാനപൂർവമായ വായന ഏറെ ഗുണം ചെയ്യും. ദൈവമാതാവിൻ്റെയും മാർ യൗസേപ്പ് പിതാവിൻ്റെയും വണക്കമാസങ്ങൾ വീട്ടിൽ വെച്ച് നടത്തുന്നത് വളരെയധികം ദൈവാനുഗ്രഹങ്ങൾ നൽകും. വണക്കമാസം നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല. മെയ് മാസത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ വണക്കമാസം ഉണ്ടായിരിക്കണം. ഞാൻ ഓർക്കുകയാണ്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൻ, ഞങ്ങൾ 3 ആൺമക്കളാണ് വീട്ടിൽ മൂത്തവര്, ഞങ്ങൾ 3 പേരെ കൊണ്ടും വണക്കമാസത്തിന്റെ 3 ജപത്തിന്റെ മുൻപുള്ള ധ്യാന ഭാഗങ്ങൾ വായിപ്പിക്കും. വളരെ ദൈവപരിപാലനയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്കിതുപോലെ മലയാള ഭാഷ ഭംഗിയായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അപ്പൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുമക്കളുണ്ട്. ആ കുഞ്ഞുമക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഉൾപ്പെടുത്തിക്കൊണ്ട് വണക്കമാസം വായിപ്പിക്കാൻ പഠിപ്പിക്കണം. കുടുംബത്തിലെ കാരണവരായിരിക്കണം ജപം ചൊല്ലേണ്ടത്. ജപം ചൊല്ലുമ്പോൾ എല്ലാവരും മുട്ടുമേൽ നിൽക്കണം. സുഹൃദേവം ചൊല്ലുമ്പോൾ കൈകൂപ്പി പിടിച്ചുകൊണ്ട് നമ്മൾ സുഹൃദേവം ഏറ്റുചൊല്ലണം. അതിലെ സൽക്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം.
ചാവറയച്ചൻ എഴുതിയുണ്ടാക്കിയ വണക്കമാസ പുസ്തകത്തിന് ശേഷം CMI സഭയിലെ വന്നീരായിട്ടുള്ള വൈദികർ തന്നെയാണ് വണക്കമാസ പുസ്തകം പിന്നീട് രചിച്ചതും കേരളത്തിൽ പ്രസിദ്ധമാക്കിയതും. ഇപ്പോൾ വണക്കമാസ പുസ്തകം കുറച്ച് പഴയതായി എന്നും അതിലെ മലയാള ഭാഷ ആധുനിക ഭാഷ അല്ലെന്നും അതിലെ സംഭവങ്ങൾ കുറച്ച് വിരസത ഉണ്ടാക്കുന്നതാണെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ പലയിടത്തു നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വൈദികനായ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ആധുനിക മലയാള ഭാഷയുടെ അഭാവം, പോരായ്മ ഈ വണക്കമാസ പുസ്തകത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വണക്കമാസ പുസ്തകം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മ തോന്നിപ്പിച്ച ഒരു സൽപ്രേരണയാണ് പുതിയ ഒരു വണക്കമാസ പുസ്തകം എഴുതുക എന്നുള്ളത്. ഏകദേശം 1 വർഷത്തോളം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് പുതിയ വണക്കമാസ പുസ്തകം ഞാൻ എഴുതിയുണ്ടാക്കിയത്. അത് ഈ പുസ്തകമാണ്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ വണക്കമാസം. ഈ വണക്കമാസ പുസ്തകത്തിന് ഇരിയാലക്കുടയിലെ അഭിവന്ദ്യ പിതാവ് പോളി കണ്ണൂക്കാടൻ മെത്രാനച്ചന്റെ ഔദ്യോഗികമായിട്ടുള്ള അനുമതിയുണ്ട്, ഇംപ്രിമാത്തൂർ എന്ന് പറയും. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പെരുവണ്ണാമൊഴി, കോഴിക്കോട് സോഫിയ ബുക്സ് ആണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിലെ ഭാഷ പുതിയ മലയാള ഭാഷയാണ്. ഒന്നുകൂടി ചെറുതാണ്, ഗ്രസ്വമാണ് ഇതിലെ ധ്യാന ഭാഗം. സംഭവങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ടതാണ് അധികവും. ചാവറയച്ചന്, അൽഫോൻസാമ്മയ്ക്ക്, എവുപ്രാസ്യമ്മയ്ക്ക്, മറിയം ത്രേസ്യാമ്മയ്ക്ക് ഉണ്ടായ മാതാവിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ, മദർ തെരേസയ്ക്ക് ഉണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങൾ, കേരളത്തിലെ കുറവലങ്ങാട് പള്ളി, കൊരട്ടിപ്പള്ളി, കുടവച്ചൂർ പള്ളി, വല്ലാർപാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ മാതാവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അത്ഭുത സംഭവങ്ങൾ, ഒപ്പം വേളാങ്കണ്ണിയിലെ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായ 3 അത്ഭുതകരമായ സംഭവങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പുസ്തകത്തിലെ സംഭവങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് വളരെ മാനസികമായ ആത്മീയമായ അടുപ്പം തോന്നുന്ന ഒരു പുസ്തകമായിരിക്കും ഈ പുസ്തകം. ഇത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്, വളരെ പ്രചാരത്തിലായി. അപ്പൊ ഈ വർഷം വീണ്ടും ഇറക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. 2ാം എഡിഷൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കാം. എല്ലാവരും ഈ പുതിയ വണക്കമാസ പുസ്തകം വാങ്ങിച്ച് ഉപയോഗിക്കണം എന്ന് സ്നേഹത്തോടു കൂടെ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളുകളിലും ഈ പുസ്തകം കിട്ടും. അഥവാ നിങ്ങൾക്ക് ഈ പുസ്തകം ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കുവാൻ പ്രയാസമാണെങ്കിൽ സോഫിയ ബുക്സിനോട് നിങ്ങൾ എഴുതി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം അവർ അയച്ചു തരും. 120 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. എങ്കിലും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ വളരെ ആദായകരമായ വിലയിൽ ഈ പുസ്തകം ലഭിക്കും എന്നുള്ളത് മറ്റൊരു സംഗതി കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായിട്ടും ഉപയോഗിക്കണം. വണക്കമാസ ഭക്തി നമ്മിൽ തീർച്ചയായിട്ടും ശക്തിപ്പെടണം. കുട്ടിക്കാലത്ത് ഓർക്കുകയാണ്, വണക്കമാസമുള്ള ദിവസങ്ങളിൽ വൈകുന്നേരമാകുമ്പോഴേക്കും പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ തിരുസ്വരൂപങ്ങളും തിരുചിത്രങ്ങളും വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അലങ്കരിച്ചിരുന്ന പതിവ്. ഇന്നും ആ പതിവൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. നമ്മൾ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ ഗാനം, നല്ല മാതാവേ മരിയേ, ആ പാട്ടിലെ ചില വരികളുടെ അർത്ഥം എന്താണ് എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് പലരും. ഭാഷാ അധ്യാപകനായിരുന്ന എനിക്ക് അതിലെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും സന്തോഷമേ ഉള്ളൂ. ചില വരികൾ ഞാൻ പാടാം. ആത്മശരീരേന്ദ്രിയങ്ങളായ വിസ്മരണാദിവശങ്ങളെയും. എന്താണ് ആത്മശരീരേന്ദ്രിയങ്ങളായ? ആത്മാവും ശരീരവും ഉൾപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ, നന്മയിലേക്ക് നമ്മെ നയിക്കുന്നവ, ഒപ്പം തന്നെ തിന്മയിലേക്ക് നമ്മെ തള്ളിയിടുന്ന ആത്മാവിൻ്റെ ചില മനോഭാവങ്ങൾ,
ഇന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക് എന്നിവ തുടങ്ങിയുള്ള 5 ഇന്ദ്രിയങ്ങൾ. അവയിലൂടെ തിന്മകൾ സ്വീകരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം കൊണ്ട് തിന്മ ചെയ്യുന്ന പ്രവണത നമുക്കുണ്ടെങ്കിൽ, അതെല്ലാം മാറ്റി തന്നുകൊണ്ട് എന്നെ പരിശുദ്ധിയിലേക്ക് നയിക്കണേ പരിശുദ്ധ കന്യാമാതാവേ എന്നുള്ളതാണ് ഈ വരികളിലെ പ്രധാനപ്പെട്ട ആശയം. അടുത്ത ഒരു വരിയുണ്ട്, ദിസ്മരണാദിവശങ്ങളെയും. എന്താണ് ദിസ്മരണ? ദി എന്നുള്ള വാക്കിന് അർത്ഥം ബുദ്ധി എന്നാണ്. സ്മരണ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഭാവനകൾ, എൻ്റെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ, മനോവ്യാപാരങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ എൻ്റെ ബുദ്ധിയെയും എൻ്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെയും പരിശുദ്ധ അമ്മേ നീ പവിത്രീകരിക്കുവാൻ എന്നെ തുണയായിരിക്കണമേ, കൂട്ടായിരിക്കണമേ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പ്രത്യേക മാധ്യസ്ഥം വഴിയായിട്ട് ആത്മശരീര നൈർമല്യത്തിൽ അങ്ങയെപ്പോലെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്നുള്ളതാണ് ഈ വരിയിലെ പ്രധാനപ്പെട്ട ആശയം. പിന്നീട് ഒരു വരിയുണ്ട്, തന്യതു സർവമകറ്റിക്കൊണ്ട് പുണ്യമായുള്ളത് കാത്തവച്ചാൽ. എന്താണ് തന്യമായത്? നമ്മുടെ പഴയ മലയാളത്തിലൊക്കെ തമിഴ് ഭാഷയുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. തന്യമായത് എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ് തിന്മയായിട്ടുള്ളത് എന്നർത്ഥം. ഇപ്പൊ പാപകരമായിട്ടുള്ളത്, തിന്മയായിട്ടുള്ളത് ഇനി നിന്ന് മാറ്റിത്തരണേ എന്നാണ് ആ വരികളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പുണ്യമായുള്ളത് കാത്തവച്ചാൽ, പുണ്യമായിട്ടുള്ളത് മാത്രം കാത്തു സംരക്ഷിക്കുവാൻ എന്നെ സഹായിക്കണേ പരിശുദ്ധ അമ്മേ എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഇനിയും ഒരു അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. മുൻപിനാൽ ഞങ്ങളെ കാത്തു വന്ന തുമ്പം താരും ദുഷ്ട പാതകരാം. തുമ്പം തരും എന്ന് പറഞ്ഞാല് അല്പ സന്തോഷം നൽകുന്നത്. ഇമ്പം എന്നൊരു വാക്കുണ്ട്, അത് തന്നെയാണ് തുമ്പം എന്നുള്ളതിന്റെ വാക്ക്. ഇവിടെ നൈമിഷികമായ സന്തോഷം നൽകുന്ന നമ്മുടെ പ്രവണതകളും പ്രവൃത്തികളും അത് പാപകരമാണ്. അപ്പൊ അതൊക്കെ എന്നിൽ നിന്ന് മാറ്റി തന്നുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ജീവിക്കുവാൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണേ എന്നാണ് ഈ വരിയുടെ അർത്ഥം. ചാവറയച്ചൻ പറഞ്ഞു, അമ്മേ നിന്റെ ഓർമ്മ എൻ്റെ ചങ്കിൽ എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ എന്തിനാ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്? പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ അനുകരിക്കുവാൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുചിത്തം പോലെ എന്നിൽ ഭവിക്കട്ടെ, നിറവേറട്ടെ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ തിരുചിത്തം എന്താണ്? അത് കൃത്യമായിട്ട് പാലിക്കുവാൻ എന്നും ജാഗ്രതയുള്ളവരായിരുന്നു പരിശുദ്ധ അമ്മ. അതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃതവും പുണ്യവും. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഈ മെയ് മാസത്തിൽ നാം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ചൊല്ലുമ്പോൾ നമുക്ക് സൽപ്രേരണകൾ ലഭിക്കുന്നു. ഈശോ പറഞ്ഞ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ ഈ വണക്കമാസം നമ്മെ തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനകരമാക്കി തീർക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയുള്ളത്, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃതമായിട്ട് ദേവദാസനായ കനീഷ്യസച്ചൻ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മിതത്വമാണ്. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുന്ന പരിശുദ്ധ അമ്മ, സംസാരത്തിലായാലും ചിന്തയിലായാലും ചിലവിലായാലും ഭക്ഷണത്തിലായാലും എല്ലാത്തിലും മിതത്വം പാലിക്കുന്ന പരിശുദ്ധ അമ്മ. മിതത്വമാണ് പുണ്യം, മിതത്വമില്ലാത്തതെല്ലാം തിന്മകളാണ്. പരിശുദ്ധ അമ്മയെ പറ്റി ലൂക്കാ സുവിശേഷൻ എഴുതി വെക്കുന്നു, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ ഈ വണക്ക മാസത്തിൽ
നമ്മെ മിതത്വത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിലവിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഭാവനകളിൽ, എല്ലാറ്റിലും മിതത്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെ തീർച്ചയായിട്ടും ഈ വണക്കമാസം വളരെയധികം സഹായം നൽകും. KP അപ്പൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ സുപ്രസിദ്ധനായ നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായൊരു നോവലാണ് മധുരം നിന്റെ ജീവിതം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വളരെ വിശേഷപ്പെട്ട ഒരു നോവലാണ്. ആ നോവലിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് കന്യാമറിയം. കന്യാമറിയത്തിന്റെ കണ്ണുകൾ നോക്കുക, എത്രയോ തെളിച്ചമുള്ളതാണ്, അഴകുള്ളതാണ്, നീല കണ്ണുകൾ. എന്താ കാരണം? കന്യാമറിയം എപ്പോഴും നോക്കുന്നത് ദൈവത്തെ മാത്രമാണ്. ദൈവത്തെ നോക്കുന്ന കന്യാമറിയത്തിന്റെ കണ്ണുകളിൽ മാലിന്യമില്ല, തെളിച്ചം, പരിശുദ്ധാത്മാവിന്റെ പ്രകാശം മാത്രമാണുള്ളത്. ഈ തെളിച്ചമുള്ള കണ്ണുകളുമായിട്ട് ജീവിക്കുന്ന പരിശുദ്ധ അമ്മ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സുന്ദരിയായി തീർന്നിരിക്കുന്നത്? കാരണം പരിശുദ്ധ അമ്മയുടെ തൃക്കരങ്ങളിൽ എപ്പോഴും ഉണ്ണിയേശു വാഴുന്നു. അപ്പൊ ദൈവത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമുക്ക് ആത്മശരീര നൈർമല്യം, അതല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം, അത് ലഭിക്കും. എന്തിനാണ് പരിശുദ്ധ അമ്മ എപ്പോഴും ഉണ്ണിയേശുവിനെ തൃക്കരങ്ങളിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? MP അപ്പൻ പറയുകയാണ്, പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പാപത്തെ പ്രതിരോധിക്കുവാൻ, പാപത്തെ അകറ്റിക്കളയുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസം, നാം പ്രത്യേക ഭക്തിയില് വണക്കമാസം ആചരിക്കുമ്പോൾ തിന്മകളെ, പാപത്തെ മാറ്റി നിർത്തുവാൻ നമ്മിൽ ഒരു പുതിയ ശക്തി ഉണരട്ടെ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വണക്കമാസം കാലം കൂടുക എന്ന് പറയുന്ന ഒരു കർമ്മ പരിപാടി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബന്ധുമിത്രാദികളെയും അയൽപ്പക്കക്കാരെയൊക്കെ വിളിച്ച് പരിശുദ്ധ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിന്റെ അവസാനമുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി ഒരു ചെറിയ വിരുന്ന് കൊടുത്തുകൊണ്ട്, പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു ചെറിയ ആഘോഷം. ആ ആഘോഷത്തിൽ പ്രധാനമായിട്ട് നേർച്ചയായിട്ട് കൊടുക്കത്തിരുന്നത് പാച്ചോറും ചക്കച്ചുളയുമാണ്. കാരണം ചക്കയുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ, നമ്മുടെ അയൽപ്പക്കക്കാരുമായിട്ടുള്ള സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ അവസരം കൂടിയായിരുന്നു വണക്കമാസം കാലം കൂടൽ എന്ന് പറയുന്ന ഈ ദിവ്യമായ കർമ്മ പരിപാടി. അപ്പൊ നമ്മുടെ വീടുകളിൽ മെയ് മാസത്തിന്റെ അവസാനം ഈ വണക്കമാസം കാലം കൂടൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തണം. എൻ്റെ അയൽപ്പക്കക്കാർ, അത് ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടതായാലും, അവരെയൊക്കെ വിളിച്ച് സ്നേഹത്തില്, സൗഹാർദ്ദത്തില് നാം എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടെ കൈമാറുന്ന സ്നേഹഭാവനകളുമായിട്ട് ഒരു ചെറിയ സദ്യ നമ്മെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠാജപം ചൊല്ലി വണക്കമാസം കാലം കൂടൽ ചെറുതായിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ ഈ പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഈ പുസ്തകത്തിൽ വണക്കമാസത്തിന്റെ എല്ലാ ചിട്ടകളോടും കൂടിയിട്ടുള്ള ഘടനയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അവസാനം പാട്ടുകളുണ്ട്. സാധാരണ വണക്കമാസ പുസ്തകമുള്ളതുപോലെ തന്നെ ആദ്യത്തെ പാട്ട് നല്ല മാതാവേ മരിയേ എന്നുള്ള പാട്ടാണ്. പിന്നെ മറ്റൊരു പാട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് പാടുന്ന ഒരു പാട്ടില്ലേ, ആദിത്യ പ്രഭാവോ ശോഭിക്കുന്നതേ, ആ പാട്ടുണ്ട്. പിന്നെ നമ്മുടെ തെക്കോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ സഹോദരങ്ങൾ പാടുന്ന ഒരു പാട്ടുണ്ട്, എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, ആ പാട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ധാരാളം നമ്മൾ പള്ളികളിൽ പാടുന്ന പാട്ടുകളുണ്ട്. അമ്മേ അമ്മേ തായേ നന്മ നേരുമമ്മ, ആ പാട്ടൊക്കെ ഉണ്ട്. പഴയ വണക്കമാസ പുസ്തകത്തില് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും തമിഴ് പാട്ടുകളുടെയും ഒക്കെ രീതിയിലുള്ള എ മ എന്ന മട്ട് അതുപോലെ പാടേണ്ടതായിട്ടുള്ള വരികളാണ്. പക്ഷെ നമ്മൾ മലയാളികള് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വലിയ വളർച്ചയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
എത്രയോ പാട്ടുകൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട്. വേറെ ആരെയും ആശ്രയിക്കാതെ പാടുന്ന പാട്ടുകളുണ്ട്. എത്രയോ സുപ്രസിദ്ധരായ ഗായകന്മാര് പാട്ടുകൾ പാടിയിരിക്കുന്നു. ആ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവസാന ഭാഗം ഈ വണക്കമാസ പുസ്തകത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ കുടുംബങ്ങളിൽ വണക്കമാസം ജപിക്കുവാൻ പ്രത്യേകം താല്പര്യമെടുക്കണം. അത് ദൈവിക പദ്ധതിയിൽപ്പെട്ടതാണ്. നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. സാധിക്കുന്ന എല്ലാവരും ഈ വണക്കമാസ പുസ്തകം വാങ്ങിക്കണമെന്ന് കൂടി ഞാൻ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം സോഫിയ ബുക്സ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ സോഫിയ ബുക്സിന്റെ നമ്പർ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. 96 05 77 00 05. ഇതാണ് സോഫിയ ബുക്സിന്റെ ഫോൺ നമ്പർ. ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം ലഭിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മ കന്യാമറിയം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിദൂരത്തുള്ളവരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളെ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ വളർത്തി വലുതാക്കിയതുപോലെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തി വലുതാക്കട്ടെ. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.